ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു വാട്സൺ മൈ സ്കൂൾ ബാഗാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനത്തെ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്തപ്പോൾ പലരും കമൻറ്റ് ചെയ്തിട്ടുള്ളത് ജേർണലിങ് ചെയ്യാനാണ്. എനിക്ക് ഇപ്പോൾ ജേർണലിങ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ജേർണലിങ്ങിൻ്റെ പകരം ഇതിട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ജേർണലിങ് ചെയ്യാൻ വിചാരിച്ചു. ഈ ബാഗിൽ ടോട്ടൽ 6 സിബ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിക്കുന്നത് 5 സിബേ കാണിക്കുന്നുള്ളൂ. ഫസ്റ്റ് സൈഡിലൊരു കീ ചെയിനും ഒരു ഹുക്സും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സിബിൽ ഒരു ക്രാബും പിന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. പിന്നെ ഒരു ലിപ് ബാം ഉണ്ട്. ഇത് നമ്മൾ ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് നല്ല പിങ്കിഷ് തരുന്നൊരു ലിപ് ബാമാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മൾ എല്ലാപ്പം ഗേൾസിൻ്റെ ഒരു ബാഗിലൊക്കെ എന്തായാലും ഒരു മിറർ ഇമ്പോർട്ടൻ്റ് അല്ലേ, അപ്പം ഞാനൊരു മിറർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പോക്കറ്റിലുള്ളത്. പിന്നെ അതിൻ്റെ മേലെയുള്ളൊരു സിബുണ്ട്, അത് നമ്മളധികം ഓപ്പൺ ചെയ്യാത്ത സിബാണ് കേട്ടോ. അതിലുള്ളത് അതേപോലെ തന്നെ ഒരു കീ ചെയിനാണ്, ഒരു ലോക്കറ്റ് വരുന്നൊരു കീ ചെയിൻ പോലത്തെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഉള്ളത് കുറച്ച് പോസ്റ്റേഴ്സാണ്. അതിലെനിക്ക് ഫസ്റ്റത്തെ പോസ്റ്ററാണ്, സെക്കൻഡത്തെയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ തേർഡത്തെ അത്ര ഇഷ്ടമായിട്ടില്ല, ഫസ്റ്റത്തെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നുള്ളൊരു ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ആ ഒരു പോക്കറ്റിൽ വെക്കുന്നത്. പിന്നെ എൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ളൊരു സിബുണ്ട്, അതിലെൻ്റെ പ്രോജക്റ്റിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ, പെൻസിൽ കേസ്, ID കാർഡ്, അങ്ങനത്തെ ഉള്ള സാധനങ്ങളാണ്. ID കാർഡ് എല്ലാം ഇപ്പം എൻ്റെ ആ സിബിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഉള്ളത് ഒരു സ്റ്റാപ്ലെയർ ആണ്, നമുക്കിങ്ങനെ സ്കൂളിലൊക്കെ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ എൻ്റെ സോഫ്റ്റ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പൗച്ചാണ്. ഇത് മറ്റേ സാൻഡ്രിയോ തീമിൽ വരുന്ന അതിൻ്റെ പേര് എനിക്കറിയില്ല, അതിൻ്റെയാണ് കേട്ടോ. പിന്നെ 2 ജെൽ പെൻ ഉണ്ട്, എൻ്റെ ഫേവറേറ്റ് ആണ്, ബ്ലാക്കിൻ്റെ ജെൽ പെന്നാണ്. എൻ്റെ 2 ജെൽ പെൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പെൻസിലുണ്ട്. പിന്നെ ഇതൊരു മൈമെലഡിയാണ് സാൻഡ്രിയോൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ. മൈമെലഡിൻ്റെ ഒരു പെന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു പേപ്പർ കട്ടറാണ്, ലൈറ്റ് പേർപ്പിൾ കളറിൽ വരുന്ന ഒരു പേപ്പർ കട്ടറാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പെൻസിൽസ് ഉണ്ട് കേട്ടോ. നമുക്ക് പെൻസിലിൻ്റെ പകരം ഞാൻ പെൻസിലാണ് യൂസ് ചെയ്യാറ്. അതിൻ്റെ ബാക്ക് സൈഡിൽ ഇറേസർ വരുന്നതുകൊണ്ട് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഇങ്ങനെ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ മയക്കാനുള്ള യൂസ്ഫുള്ളാണ്. പിന്നെ ഉള്ളത് ഒരു ഡൈനോസറിൻ്റെ ലൈറ്റ് ഗ്രീൻ പെൻസിലും ഒരു കൗവിൻ്റെ തീമിൽ വരുന്നൊരു ബ്ലാക്ക് ഇങ്കിൻ്റെ ഒരു പെന്നുമാണ്. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ എൻ്റെ ID കാർഡിൻ്റെ ബാക്കിൽ ഞാൻ പിക്ചേഴ്സൊക്കെ ഡ്രോ ചെയ്തിട്ടോ ഇല്ലെങ്കിൽ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വയ്ക്കുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു മൈമെലഡിൻ്റെ ഒരു സ്കെയിലിലാണ് ലൈറ്റ് പിങ്ക് വരുന്നത്. പിന്നെ ഒരു നല്ല ക്യൂട്ട് ഷാർപ്പനർ ഉണ്ട്, ഒരു ബാക്കിൻ്റെ പോലത്തെ ഒരു ഷാർപ്പനറാണ് കേട്ടോ. ഒരു ബിയറിൻ്റെ പിക്ചറൊക്കെ ഉള്ള. പിന്നെ ഒരു സീസേഴ്സ് ആണ്. പിന്നെ ഒരു 3 ബുക്ക് മാർക്കേഴ്സാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ ഇത് രണ്ടും എൻ്റെ നോർമലാണ്. ഇതൊക്കെ ഒരു ചോക്കി എന്നിട്ടുള്ള ചോക്ലേറ്റ് നിന്നപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഇതിനോട് വേറെ കുറേ ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട 3 ഞാൻ സെലക്ട് ചെയ്തെടുത്തു. അപ്പം ഇത്രയേ ഉള്ളൂ ഈ പൗച്ചിൽ. ഇതൊക്കെ ഒന്ന് ഞാൻ എന്ത് ചെയ്യുക, റീപാക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് റീപാക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പം പിന്നെ നമ്മൾ നോക്കുന്നത് എൻ്റെ സൈഡിലുള്ള ഒരു ഹുക്സ് വരുന്ന സ്ഥലത്ത് എൻ്റെ ഒരു വാട്ടർ ബോട്ടിലുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഇത്. പിന്നെ നെക്സ്റ്റ് സൈഡിലുള്ളതിൽ അതേ കളറിൽ വരുന്ന ഒരു അംബ്രല്ലയാണ്. എനിക്കുള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അംബ്രല്ലയാണ് കേട്ടോ. അപ്പം ഇതാണ് അംബ്രല്ല. ഇതിനൊരു കവറൊക്കെ ഉണ്ട് കേട്ടോ, അതേ കളറിലുള്ള. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ലൈറ്റ് ഗ്രീനും ഇൻസൈഡിൽ ഒരു ബ്ലാക്ക് കളറിലുമാണ് വരുന്നത്. പക്ഷെ ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ നല്ല സുഖമായിട്ട് എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിൽ 3 പേർക്കൊക്കെ നല്ല സുഖമായിട്ട് പോകുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഇത് ഞാൻ റീപാക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ റീപാക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സിബാണ്. അതിൽ ഒരു കീ ചെയിനാണ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു മെർമെയ്ഡിൻ്റെ ടെയിലിൻ്റെ ഒരു കീ ചെയിനാണ്. അതിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഫസ്റ്റ് ഒരു മിനിയേച്ചറായിട്ടുള്ളൊരു പേഴ്സ് പോലത്തെ സാധനമാണ്. അതിലുള്ള ബോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല സീക്വൻസ് ഒക്കെ വന്നിട്ടുള്ളൊരു ബോ ആണ്. അപ്പോൾ അതിൽ നമ്മൾ കർച്ചീഫ്, ഒരു യെല്ലോ കർച്ചീഫ് ഉണ്ട്, നല്ല ചെറിയ മിനി കർച്ചീഫാണ്. പിന്നെ ഒരു ടൈപ്പ് ആയിട്ടുള്ള കുറേ പേപ്പർ ക്ലിപ്സ് ഉണ്ട്. അത് ചിലത് കളർഫുള്ള്, പിന്നെ ബ്ലാക്ക് ആൻഡ് ഗ്രേ, പിന്നെ പിങ്ക്, അങ്ങനത്തെ ഓരോന്നുണ്ട് കേട്ടോ. ഇത് കളർഫുള്ളുള്ളതാണ്. ഈ ഒരു പേഴ്സ് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സാണ് കേട്ടോ. അതിനെ സ്കൂളിലെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അത്
പിന്നുള്ളത് ഒരു വാട്ടർ കളറാണ്. ഇത് നമുക്ക് സ്കൂളിൽ ഇപ്പം എന്തെങ്കിലും പ്രൊജക്റ്റോ ഇല്ലെങ്കിൽ സ്കൂളിൽ കളറിങ് കോമ്പറ്റീഷനോ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അതുകൊണ്ട് എൻ്റെ എല്ലപ്പം സ്ഥിരം എൻ്റെ ബാഗിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു സ്ക്വിഷി മിനി നോട്ട്ബുക്ക്, ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതി വെക്കാൻ പറ്റിയൊരു നോട്ട്ബുക്കാണ്. അത് ഞാൻ ഗൾഫിൽ നിന്ന് മേടിച്ചതായിരുന്നു. അതിനോടൊപ്പം ഇതൊരു കള്ളിമുൾ ചെടീൻ്റെ ഒരു ഇതാണ്, ഗ്രീൻ കളർ വരുന്നത്. അതിൻ്റെ ഒപ്പം ഒരു മിനി പെന്നും ഉണ്ട് കേട്ടോ. ഇതിൽ അത്യാവശ്യം കുറേ പേജും നല്ല ഹൈറ്റുള്ള പേജസും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കോമ്പസാണ്. ഈ കോമ്പസ് എനിക്കിഷ്ടമായിട്ട് മേടിച്ചൊരു കോമ്പസാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ പെൻസിൽ കളേഴ്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുറച്ച് പെൻസിൽ കളേഴ്സാണ്. അതും എനിക്ക് ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി മേടിച്ച് വെച്ചാണ് കേട്ടോ. പിന്നെ ഉള്ളത് എൻ്റെ കുറച്ച് ഒരു ഡ്രോയിങ് ബുക്കാണ്. ഇതാണ് ഞാൻ വരച്ചതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ഒരു പിക്ചേഴ്സാണ്, കുറേ പിക്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ ബോറടിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വരക്കുന്ന പിക്ചേഴ്സാണ് കേട്ടോ. അതെനിക്കത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ ഇതെന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും എഴുതി വയ്ക്കുകയാണ്. പിന്നെ ഉള്ളത് എൻ്റെ സോഷ്യലിൻ്റെയും ഇംഗ്ലീഷ് ബേസിക് അങ്ങനത്തെ ബുക്സും പിന്നെ അതിൻ്റെ ഇംഗ്ലീഷിൻ്റെയും സോഷ്യലിൻ്റെയും ബേസിക്കിൻ്റെ ഒക്കെ നോട്ട്സും ആണ്. ഇതിലിങ്ങനെ പിക്ചേഴ്സ് വരക്കുന്നതൊക്കെ ഞാൻ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ബോറടിച്ച് നിൽക്കുമ്പോഴൊക്കെ വരക്കുന്നതുണ്ടോ. ഇങ്ങനത്തെ പിക്ചേഴ്സ് അതിനെ വരച്ചുള്ളത് അങ്ങനെ തന്നെയുള്ള ഉണ്ടോ. പിന്നെ അത് ഗൾഫിൽ നിന്ന് മേടിച്ചായിരുന്നു. പിന്നെയുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കാണ്, എൻ്റെ ജേർണലിൻ്റെ ബുക്കാണ്. പക്ഷെ ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. 2025 ആകുമ്പോൾ എഴുതാൻ വിചാരിച്ചിട്ട് അവിടെ വെച്ചാണ്. ഇനിയിപ്പോൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു സ്റ്റോറി ബുക്കാണ്. ഇത് നമുക്ക് ഫ്രീ ടൈമിനൊക്കെ നല്ല വായിക്കാൻ നല്ലതാണ്. എനിക്കിഷ്ടമുള്ളൊരു സ്റ്റോറി ബുക്കാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു ഡയറിയാണ്. ഇത് ഞാൻ എഴുതുന്നില്ല, സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ നല്ല രസമുള്ളതൊന്നും എഴുതാൻ തോന്നില്ലല്ലോ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബാഗിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ബാഗ്, വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.